നമസ്കാരം, വന്ദനം, വണക്കം. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്നെൻ്റെ ട്രെയിനിങ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ആണ് പുതിയ കമ്പനിയിൽ ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ വന്നപ്പോൾ തന്നെ മഴയും തുടങ്ങി. ഒരു 1.5 മഴയായിരുന്നു കേട്ടോ ട്രെയിൻ വന്നപ്പോൾ. അവസാനം ട്രെയിനിൽ എങ്ങനെയൊക്കെയാണ്ട് കുത്തിപ്പിടിച്ച് കയറി. മഴയത്ത് ഓടിക്കയറിയെന്ന് തന്നെ പറയാം. ഓടിക്കയറി സീറ്റും കിട്ടി. ഒരു സൈഡിൽ ഇരിപ്പ് ഉറപ്പിച്ചു. ഭാഗ്യമുണ്ട് സീറ്റ് കിട്ടി തന്നെ. ജനറലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്. ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ ഒരു ലോങ് ജേണിയാണ്. ഏകദേശം ഒരു 6 മണിക്കൂറോളം എടുക്കുന്ന ഈ യാത്രയാണ് നമ്മൾ പോണത്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കിട്ടിയാൽ ചാടി കയറിയിരിക്കുക എന്നൊരു ഇത് മാത്രമാണ്. ഈ ചേട്ടനെ ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട സേലംകാരനാണ്. ആള് കോട്ടയത്തേക്കുള്ള യാത്രയിലാണ്. അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നതാണ് ഫാമിലിയായിട്ട്. അങ്ങനെ അവസാനം ഒരുപാട് നേരം നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടാ. അപ്പോൾ ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഏറ്റവും കൂടുതൽ എൻജിൻ മാത്രം കണ്ടേക്കുന്നത് ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. 10 എൻജിനോളം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ ആൾ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ആൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 1 മണിക്കൂറോളായി ഞാനിപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾ വന്നിട്ട് വേണം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അങ്ങനെ ആൾ വന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ആളൊരു വെറൈറ്റി ഒരു കഞ്ഞിക്കടയ്ക്കാട്ടോ കൊണ്ടുപോയത്. മസാലക്കഞ്ഞി എന്നാണ് ആൾ പേര് പറഞ്ഞത്. അതായത് കഞ്ഞിയിൽ എന്തൊക്കെയോ രഹസ്യക്കൂട്ടുകൾ ഇതൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ്. ആ കഞ്ഞിയും അതിൻ്റെ കൂടെ മാങ്ങച്ചാറും കൊണ്ടാട്ടമുളക് പൊടിച്ചതും പപ്പടവും ആണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഒരു വെറൈറ്റി രസമായിരുന്നു. അത്യാവശ്യമേക്കാളും കൂടുതൽ നല്ല എരിവുള്ള കഞ്ഞിയായിരുന്നു. പിന്നെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഒന്ന് കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആണല്ലോ. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഫസ്റ്റ് ടൈം കഴിക്കണത് ഇങ്ങനത്തെ കഞ്ഞിയൊക്കെ ആയി കഴിഞ്ഞാൽ വയറും വലിയ കംപ്ലൈൻറ്റ് വരില്ല. പക്ഷേ എനിക്കൊരു പേടിയില്ലായിരുന്നു ഈ കഞ്ഞി കുടിച്ചപ്പോൾ, ഇത്രയും എരിവും ഇതുമായിട്ട് കഞ്ഞി കുടിച്ചപ്പോൾ. പക്ഷെ നല്ലൊരു വെറൈറ്റി അനുഭവമായിരുന്നു കേട്ടോ. കഞ്ഞി 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പത്മനാഭൻ്റെ നടയിൽ വന്നു. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തിരുന്നത്. അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് വന്നിരുന്നതാണ്. ഇവിടെ നോക്കാനായിട്ട് കുളവും എല്ലാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻസ്, തമിഴുള്ള ആൾക്കാർ, തമിഴ്നാട്ടുകാർ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെയാണ്. കാരണം ഒരു 10% മലയാളികൾ മാത്രമാണ് ഞാൻ ആ അമ്പലത്തേക്ക് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി. റോഡ് സൈഡിൽ കാണുന്ന കടകളിലൊക്കെ ജസ്റ്റ് ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ട് നടക്കാണ്. ഇവിടെയൊക്കെ എല്ലാത്തിനും നല്ല തീ പിടിച്ച വില തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇതിനും തീ പിടിച്ച വില തന്നെ. ഇതൊരു ആനയുടെ പ്രതിമയാട്ടാ. അത് എന്താണ് പകുതി ആണ് ആയിട്ടുള്ളൂ. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. പകുതിയാണ് ആനയുടെ രൂപം തോന്നുന്നുള്ളൂ. അത് കഴിഞ്ഞ് നടക്കുമ്പോഴാണ് ഒരു അമ്മാമ്മേനെ കണ്ടത് പൊരി വിൽക്കുന്നത്. അപ്പോൾ വണ്ടി അതുപോലെ തന്നെ റിട്ടേൺ വന്ന് നമ്മൾ പൊരി വിൽക്കുന്ന അമ്മാമ്മേൻ്റെ 20 രൂപയ്ക്ക് പൊരി മേടിച്ചു. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ 20 രൂപയുടെ പൊരി മുതലാവണേ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയും പൊരിക്ക് 20 രൂപയ്ക്ക് മേലെ ആവാറുണ്ട്. അപ്പോൾ ആളുടെ 20 രൂപയ്ക്ക് പൊരി മേടിച്ച് നമ്മൾ പടവിക്കുള്ള യാത്രയിലാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കുളം. അത് കാരണം കുഴപ്പമില്ല. അങ്ങനെ മീനൂട്ട് തുടങ്ങി. മീനൂട്ടിൽ വലിയ കാര്യമായിട്ട് എല്ലാവരും കൊടുക്കുന്ന കാരണം എന്താ പറയുക, മീനുകളൊന്നും പെട്ടെന്നൊന്നും ഓടി വരില്ല. അപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. താഴെ വീഴുന്നത് പറിക്കുന്നതിൻ്റെ പ്രാവുകൾ വന്നെ. അവസാനം പ്രാവൂട്ടായി നടത്തല്. പ്രാവിനും മീനും ഒരുപോലെ തന്നെ തീറ്റ കൊടുക്കുക. അത് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് സ്ഥലം കാലിക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ചായ കുടിക്കാനായിട്ട് വന്നത്. ചായക്കടയിൽ വൃത്തി കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ചായയിൽ മാത്രമായിട്ട്, ഒരു കാപ്പിയിൽ മാത്രമായിട്ട് ഒതുക്കി. വേറെ ഒന്നും അവിടെ നിന്ന് കഴിച്ചില്ല, പുറത്തിരുന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് അപ്പുറത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിനോട് ചേർന്നിട്ട് ഉള്ളൊരു കടയിൽ പോയി നല്ല അടിപൊളി ദോശയും ചമ്മന്തി കിട്ടുന്ന സ്ഥലമായിരുന്നു കേട്ടോ.
അതിൻ്റെ വൈകുന്നേരം ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് ഇത്, ബിഹാരി ഹോട്ടൽ. നമ്മുടെ കോട്ടവാതിൻ്റെ അവിടെ തന്നെയുള്ളതാണ് ബിഹാരി ഹോട്ടൽ. അവിടെ പോയിട്ട് മട്ടനാണ് കഴിക്കാൻ പറഞ്ഞത്, പക്ഷെ മട്ടൻ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചിക്കൻ റോസ്റ്റും പൊറോട്ടയും പറഞ്ഞു. ചിക്കൻ എന്നേക്കാളും വളരെ 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 മൂത്ത ചിക്കനാണെന്ന് തോന്നുന്നുണ്ട്. കോഴികൾക്കും മൂത്ത ഉണ്ടാവുമല്ലോ. തീരെ വെന്തിട്ടും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഇവിടെ വരെ വന്നിട്ട് ഇത് കഴിച്ചിട്ട് വളരെ നഷ്ടമായിട്ട് തോന്നിയ ഭക്ഷണമായിരുന്നു. പിന്നെ കുറച്ച് മാത്രം ബാക്കി വെച്ചുള്ളൂ, തീരെ വേവാത്ത കഷ്ണങ്ങൾ മാത്രം ബാക്കി വെച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ നമ്മൾ കഴിവതും എന്താ പറയുക, പരിചയമില്ലാത്ത ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. ഹോട്ടലിൽ തിന്ന ചേട്ടനോട് വെന്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ചിരി മാത്രമായിരുന്നു.